ഇടയ്ക്കിടെ കുമ്പസാരിക്കാൻ പോകുന്ന ഒരാശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ഒരു വൃദ്ധ വൈദികനുണ്ട്. എപ്പോൾ ചെന്ന് കുമ്പസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും അദ്ദേഹം തയ്യാറായി ഓടിയെത്തും. കഴിഞ്ഞിടെ കുമ്പസാരിക്കാൻ പോയപ്പോഴാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ ശേഷം വൈദികൻ പറയുന്ന ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുമ്പസാരക്കൂട്ടിൻ്റെ ഹാൻഡ് റെസ്റ്റിലേക്കൊന്ന് ശ്രദ്ധ പതിഞ്ഞത്. ഹാൻഡ് റെസ്റ്റിൽ നിറയെ ചെറിയ പാടുകൾ ശ്രദ്ധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതെല്ലാം കണ്ണുനീർ തുള്ളികൾ വീണുണ്ടായ പാടുകളാണ്. അവിടെ വന്ന മനുഷ്യർ എന്തിനായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക? ചിലപ്പം ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുദപിച്ചിട്ടുള്ള കണ്ണീരാകാം, അല്ലെങ്കിൽ ഇത്രയേറെ തങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നുണ്ടായ കണ്ണുനീരാകാം, അല്ലെങ്കിൽ ഇത്രയേറെ പാപം ചെയ്ത് അകന്നുപോയിട്ടും തങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചതിൻ്റെ ഒരു തെളിവുമാകാം. എന്തു തന്നെയായാലും ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് മടങ്ങിയ മനുഷ്യരെല്ലാം അല്പം കൂടെ ബെറ്ററായിട്ടുള്ള മനുഷ്യരായിട്ടായിരിക്കും തിരിച്ചു പോയിട്ടുണ്ടാവുക. അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവവുമായിട്ടും മനുഷ്യരായിട്ടും വന്നുപോയിട്ടുള്ള വിള്ളലുകൾ നമുക്ക് ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ വിളക്കി ചേർക്കാൻ ശ്രമിക്കാം. ഒരല്പം കൂടെ ബെറ്ററായി മനുഷ്യരായി നമുക്ക് മാറാം. സർവേശ്വരൻ അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.